ഞാൻ ഇന്ന് മൃഗങ്ങളെക്കുറിച്ചല്ല സംസാരിക്കാൻ പോകുന്നത്. കാട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ത്യയിലെ പല കാടുകളിലും 20 വർഷത്തിലധികം വർക്ക് ചെയ്തിട്ടും ട്രാവൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ ഈ കാടുകളിലൊക്കെ പോകുന്ന സമയത്ത് പല സീനിയറായിട്ടുള്ള ഗൈഡുകളെയും നാച്ചുറലിസ്റ്റുകളെയൊക്കെ പരിചയപ്പെടാനൊക്കെ ആയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിഷ്വൽസിനേക്കാളും കൂടുതൽ ഞാൻ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ കമൻസിലൊക്കെ ചോദിച്ചിട്ടുള്ള കാട്ടിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കാട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ആ പോകുന്ന ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും കാട്ടിൽ പോകുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് കേരളത്തിലെ കാടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പല കാടുകളുണ്ട്. ഇപ്പോൾ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി, പെരിയാർ ടൈഗർ റിസർവ് ഉണ്ട്, ഇരുവളം നാഷണൽ പാർക്ക് ഉണ്ട്, പറമ്പിക്കുളം ടൈഗർ റിസർവ് ഉണ്ട്, അഗസ്ത്യമലയൊക്കെ ഉണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കിന് ആദ്യം അവിടെ കാട് ഓപ്പൺ ആയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇരുവളം നാഷണൽ പാർക്കിലൊക്കെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ കാട് അടച്ചിടും. കാരണം വരയാടിൻ്റെ ബ്രീഡിംഗ് ടൈമാണ്. ആ സമയത്തേക്ക് കാട് അടച്ചിടും. അപ്പോൾ നിങ്ങൾ അവിടെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻട്രി കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ പോകുമ്പോഴത്തേക്കിന് പാർക്കൊക്കെ എൻട്രി ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കിന് സഫാരി ടിക്കറ്റൊക്കെ നേരത്തെ എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലോ പറമ്പിക്കുളത്തൊക്കെ പോകുമ്പോൾ അവിടെ സ്റ്റേയും സഫാരിയൊക്കെ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാട്ടിൽ പോകുന്നതിന് മുമ്പ് വെതർ ഒന്ന് നോക്കുന്നുണ്ട് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഡിസംബർ ജാനുവരി മാസങ്ങളിലൊക്കെ ഇരുവളം നാഷണൽ പാർക്കിലൊക്കെ പോകുന്ന സമയത്ത് നല്ല തണുപ്പായിരിക്കും അവിടെ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് 2-3 ജാക്കറ്റുകളൊക്കെ എടുക്കേണ്ടി വരും, മഫ്ലർ എടുക്കേണ്ടി വരും, സ്കാർഫ് എടുക്കേണ്ടി വരും, ചിലപ്പോൾ ബണ്ടാന എടുക്കേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. പിന്നൊരു കാര്യം, ഈ കാടുകളിലൊക്കെ പോകുന്നതിന് മുമ്പ് അവിടെയുള്ള ഫ്ലോറ ഫോൺ അല്ലെങ്കിൽ അവിടെ കാണുന്ന വൈൽഡ് ലൈഫിനെയും പ്ലാന്റ്സിനെയും കുറിച്ചൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ല കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി പോവുകയാണ് നിങ്ങൾ. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി പോകുമ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു ലോക്കൽ ഗൈഡ്സിനെ നിങ്ങൾ വിളിച്ചിട്ട് ഏർപ്പാട് ചെയ്ത് വെക്കണം. കുറേയേറെ നല്ല ബേർഡേഴ്സൊക്കെ ഉണ്ട് അവിടെ. അപ്പം പോകുന്ന സമയത്ത് അവിടെ തട്ടേക്കാട് കുറേ മലബാർ ട്രോഗനെ കാണാൻ പറ്റും. അവിടെ കാണാൻ പറ്റുന്ന ഒരു മാക്കാച്ചിക്കാട് അല്ലെങ്കിൽ ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്, അവിടെ കാണാൻ പറ്റും. പിന്നെ മൈഗ്രേറ്ററി ബേർഡ്സ്, ഒക്ടോബർ മുതൽ മാർച്ച് മാസം വരെ കുറേയേറെ മൈഗ്രേറ്ററി ബേർഡ്സിനെ കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ല പക്ഷികളെ കുറേയേറെ കാണാൻ പറ്റും. അവിടെ കുറേയേറെ കിങ് ഫിഷേഴ്സ് ഉണ്ട്, ബ്ലൂ ഇയർഡ് കിങ് ഫിഷേഴ്സ്, ഓറിയൻ്റൽ ഡ്വാർഫ് കിങ് ഫിഷേഴ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ബാക്ക് കിങ് ഫിഷർ, ഇങ്ങനെ കുറേയേറെ യുണീക്കായിട്ടുള്ള പക്ഷികളെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ കൂടെ എക്സൈറ്റഡ് ആയിട്ട് ഈ പക്ഷികളെയും മൃഗങ്ങളെ കാണാൻ പറ്റും. അതുപോലെ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി പോകുന്നുണ്ട്. അവിടെ ഒരു ബട്ടർഫ്ലൈ മൈഗ്രേഷൻ നടക്കാറുണ്ട്. എല്ലാ വർഷവും ബട്ടർഫ്ലൈസിന് മൈഗ്രേഷൻ നടക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും അവിടെ പോകാറുണ്ട്. അപ്പോൾ പോകുമ്പോഴത്തേക്കിന് ജനുവരി മാസത്തെ ആദ്യത്തെ ആഴ്ചയിലാണ് അവിടെ ബട്ടർഫ്ലൈ മൈഗ്രേഷൻ നടക്കാറുള്ളത്. അപ്പോൾ ആ ആഴ്ച കൃത്യമായിട്ട് ഏതൊക്കെ ആഴ്ചകളിലാണ് നടക്കുന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ ഒരു കാര്യം, അഗസ്ത്യമലയിലൊക്കെ ട്രെക്കിങ്ങിന് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് അത് തുറന്നിടുന്നത്. അപ്പോൾ ആ സമയത്ത് നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെക്കണം. പിന്നെ ചെമ്പ്രയിൽ, ഇവിടെ വയനാട്ടിലെ ചെമ്പ്രയിൽ ട്രെക്കിംഗ് ഉണ്ട്, ബാണാസുര ട്രെക്കിംഗ് ഉണ്ട്. ഈ ട്രെക്കിംഗ് ഒക്കെ നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് എൻട്രി ഒക്കെ വെച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ പോകാൻ പറ്റും. അപ്പോൾ ഈ പ്ലാനിങ്ങും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ട്രിപ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തത്, കാട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡ്രസ്സ്. ഒരു ന്യൂട്രൽ ഡ്രസ്സ് എന്നാണ് നമ്മൾ സാധാരണ ഇതിന് പറയുന്നത്. നേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നേച്ചറുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സ്, ഒരു പച്ചയോ ഒലീവ് ഗ്രീനോ അതിനോടൊക്കെ പറ്റുന്ന കളറുകളൊക്കെ വേണം ഇടാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന കളർ കണ്ടില്ല, ഇങ്ങനെയുള്ള കളറുകളൊക്കെ. അല്ലാതെ നമ്മൾ വെട്ട് കളർ അല്ലെങ്കിൽ കടുംവെട്ട് കളറുകളൊന്നും ഇട്ടുകൊണ്ട് പോകില്ല. നല്ല ചോപ്പോ വെള്ളയോ കത്തുന്ന നീല കളറിലുള്ള ഡ്രസ്സുകളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണയായിട്ട് മൃഗങ്ങൾക്കൊന്നും ഈ കളറുകൾ കാണാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മളൊരു പ്രകൃതിയിൽ അല്ലെങ്കിൽ ഒരു കാട്ടിലോട്ട് പോകുന്ന സമയത്ത് കാടുമായിട്ട് ഇണങ്ങി ചേർന്നൊരു ഡ്രസ്സ് ഇടുക എന്നുള്ളത് നല്ല കാര്യമാണ്. പിന്നെ ഒരു കാര്യം, കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കൈക്കൊക്കെ നീളമുള്ള ഡ്രസ്സ് ഇടുന്നത് നല്ലതായിരിക്കും. നല്ല ലോങ് ആയിട്ടുള്ള പാൻസ് ഇടണം. കാരണം കുറേയേറെ കാടുകളിൽ ഈ ടിക്കുകൾ കാണാൻ, മാൻചെള്ളുകൾ കാണാൻ സാധ്യതയുണ്ട് ഒരുവിധപ്പെട്ട എല്ലാ കാടുകളും, പ്രത്യേകിച്ച് നടക്കുന്ന സമയത്ത്. അപ്പോൾ അവരുടെയൊക്കെ കടിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കുറേയേറെയെങ്കിലും. അതുപോലെ തന്നെ അട്ടകളുണ്ട്, ലീച്ചസ് ഉണ്ട് നമ്മുടെ കാടുകളിൽ. അപ്പം ഷോർട്ട് പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ ഒന്ന് കടിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ കാടുകളിലൊക്കെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് മൺസൂൺ സമയത്തൊക്കെ ആണെങ്കിൽ ഗംബൂട്ടുകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം, ഗംബൂട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതും. അതുപോലെ തന്നെ ലീച്ച് സോക്സ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഡെമോ ഞാനൊന്ന് കാണിച്ചു തരാം. അതാണ് ലീച്ച് സോക്സ്. കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് അട്ട കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതെങ്ങനെ ഇടുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാരണ സോക്സ് ഇടുന്ന പോലെ തന്നെ ഇതിങ്ങനെ ഇട്ടിട്ട് മുട്ടിന് താഴെ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് മടക്കണം. ഈ സോക്സ് ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് കെട്ടണം.
ഇതാണ് ഗംബൂട്ട്. പിന്നെ കാട്ടിൽ പോകുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ക്യാമറ എടുക്കുന്നുണ്ടെങ്കിൽ ക്യാമറയുടെ എക്സ്ട്രാ ബാറ്ററി ഉണ്ടോ എന്ന് നോക്കണം, ബാറ്ററി ചാർജ് ഉണ്ടോ എന്ന് നോക്കണം, ടോർച്ച് വേണം, ഫസ്റ്റ് എയ്ഡ് കിറ്റ് അത്യാവശ്യമായിട്ട് വേണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയുടെ ഒക്കെ മെഡിസിൻ എടുക്കണം, ഏതെങ്കിലും പുഴുവിനെ എന്തിനെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലർജി വരാൻ സാധ്യതയുണ്ട്. പെർഫ്യൂം ഉപയോഗിക്കുന്നത് ഒഴിവാക്കും, ഒരിക്കലും പെർഫ്യൂം അടിച്ചുകൊണ്ടൊന്നും കാട്ടിൽ പോകല്. അതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെർഫ്യൂം അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഹണി ബീസും അതുപോലെ തന്നെ ആനയ്ക്കൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് സ്മെല്ല് കിട്ടുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കും. അതുകൊണ്ട് പെർഫ്യൂമുകൾ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ആഭരണങ്ങളൊന്നും ഇട്ടുകൊണ്ട് പോകാതിരിക്കുക, സ്വർണ്ണമൊന്നും പ്രത്യേകിച്ച് ഇട്ടുകൊണ്ട് കാട്ടിൽ പോകരുത്. കാട്ടിൽ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും അത് ഊരി വീണിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ കാട്ടിൽ പോകുമ്പോഴത്തേക്കിന് നിങ്ങൾ കുറച്ച് എനർജി ബാർസ് എന്തെങ്കിലും കൊണ്ടുപോകുന്ന നല്ലതായിരിക്കും. കുറേ ലോങ് ട്രെക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ചോക്ലേറ്റുകളോ എനർജി ബാർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും. വാട്ടർ ബോട്ടിൽ എന്തായാലും കൊണ്ടുപോകണം. പറ്റുന്നതും നിങ്ങൾ കുടിവെള്ളം കൊണ്ടുപോകുന്നത് നല്ലതാണ്. നമ്മളൊക്കെ കാട്ടിൽ പോകുമ്പോൾ ഒരു കാര്യം ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് പല പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെയൊക്കെ കാട്ടിൽ ഏതെങ്കിലും സ്ട്രീം ഒഴുകി വരുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കുപ്പി വെള്ളം നിറച്ചിട്ട് നമ്മൾ കുടിക്കാറുണ്ട്, അല്ലെ വെള്ളം കോരി കുടിക്കാറുണ്ട്. നമ്മൾ ആ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ പോയിട്ട് വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിക്കണം. ഒന്ന് ഓർത്ത് നോക്കി, ചിലപ്പോൾ നിങ്ങൾ വെള്ളച്ചാട്ടം നിങ്ങൾ ഓർക്കും കാട്ടിലെ ഏറ്റവും ശുദ്ധമായ ജലമാണ്. ഒരുപക്ഷെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ നാനയൊക്കെ അപ്പിയിട്ട് വെക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ചത്ത മൃഗങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടായിരിക്കും, അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ താഴെ നിന്ന് കുടിക്കുന്നത്. അതുകൊണ്ട് കാട്ടിൽ പോകുമ്പോൾ പരമാവധി ആ വെള്ളമൊക്കെ കുടിക്കാൻ ശ്രമിക്കരുത്. പിന്നെ ഒരു പ്രൈമറി സ്ട്രീം എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഈ പാറയുടെ ഒക്കെ ഇടയ്ക്ക് നിന്ന് വരുന്ന ചെറിയ സ്ട്രീം, അവിടെ നിന്നൊക്കെ വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ സാധാരണ കാട്ടിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത്. അതുപോലൊക്കെ ലോങ് ട്രെക്കിന്, പ്രത്യേകിച്ച് ചെമ്പ്ര ട്രെക്കിംഗ്, ബാണാസുര ട്രെക്കിംഗ്, പിന്നെ അഗസ്ത്യമലയിൽ ട്രെക്കിംഗ്, ഇതിനൊക്കെ പോകുന്ന നമുക്ക് ഓൺലൈനിലൊക്കെ വാക്കിംഗ് സ്റ്റിക്ക് മേടിക്കാൻ കിട്ടും. നല്ല ഹാൻഡി ആയിട്ടും അത്ര വെയിറ്റ് ഒന്നും ഇല്ലാത്ത വാക്കിംഗ് സ്റ്റിക്ക് മേടിക്കാൻ പറ്റും. അതൊരു നല്ലതായിരിക്കും. ലോങ് ആയിട്ട് നടക്കുന്ന സമയത്ത് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ കാട്ടിലോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പേപ്പറുകളോ പ്ലാസ്റ്റിക്കോ കൊണ്ടുവന്ന് ഉറപ്പായിട്ട് അവിടെ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് പോരരുത്, തിരിച്ച് ഉറപ്പായിട്ട് കൊണ്ടുവരണം. പിന്നെ ഒരു കാര്യം, കാട്ടിൽ പോകുന്ന സമയത്ത് നമുക്കൊരു ആവേശമുണ്ട്, ഏതെങ്കിലും ബ്രാഞ്ചസോ ഇതൊക്കെ കണ്ടാൽ നമുക്ക് കയറി പിടിക്കണമെന്നൊക്കെ തോന്നും. അങ്ങനെ ചെയ്യരുത്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. നമ്മൾ കാട്ടിക്കൂടെ നടക്കുമ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട്, കാണുന്ന ബ്രാഞ്ചിലൊക്കെ ഇങ്ങനെ പിടിക്കുക, ഇതിലൊക്കെ ഇങ്ങനെ വലിക്കുക, മരത്തിലൊക്കെ പിടിച്ച് നോക്കുക, വലിക്കുന്ന സ്വഭാവം. പക്ഷെ അവിടെ ഒരു ചെറിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. ഒന്ന് അടുത്തോട്ട് വന്നൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങളിങ്ങനെ മരത്തിലൊക്കെ പിടിക്കാൻ നോക്കി കഴിയുമ്പോഴത്തേക്കിന് അവിടെ പച്ച നിറത്തിലൂടെ ഒരു പിറ്റോയ്പർ ഇരിക്കുന്ന കാണുന്നുണ്ടോ? ഒരു മലബാർ പിറ്റോയ്പർ. ഞാനിത് ഒന്നുകൂടെ സൂം ചെയ്തിട്ട് പാമ്പിനെ മാത്രം ഒന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ബ്രാഞ്ചിൽ ഇങ്ങനെ ക്യാമഫ്ലാജ് ആയിട്ട് ഇരിപ്പുണ്ട്. സെയിം ബ്രാഞ്ചിൻ്റെ കളറും ആ പാമ്പിൻ്റെ കളറും എല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ മരത്തിലും ബ്രാഞ്ചിലും ഒക്കെ തൊടുമ്പോഴത്തേക്കിനും മരത്തിലൊക്കെ കയറി പിടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഗംബൂട്ട് ഇട്ടിട്ട് കാട്ടിൽ പോകണമെന്ന് പറയാനായിട്ട് അതിനൊരു കാര്യമുണ്ട്. കാരണം നമ്മുടെ കാടുകളിലൊക്കെ, പ്രത്യേകിച്ച് കേരളത്തിലെ കാടുകളിലൊക്കെ, നിത്യഹരിത വനങ്ങളും അല്ലാത്ത സ്ഥലത്തുമൊക്കെ ഒത്തിരി ഇലകളൊക്കെ വീണ് കിടക്കുന്ന സ്ഥലമാണ്. ആ ഇലകളുടെയൊക്കെ ഇടയ്ക്ക് പതുങ്ങിയിരിക്കുന്ന ഒരു പാമ്പുണ്ട്, ഹംനോസ്റ്റ് പിറ്റോയ്പർ എന്ന് പറയും. അപ്പോൾ ആ പാമ്പ് വളരെ സാധാരണമാണ് കാടുകളിലൊക്കെ. അപ്പോൾ നിങ്ങൾ അതിനെ കയറി, വളരെ ചെറുതാണ് അതിൻ്റെ സൈസും, അതിനെ കയറി അറിയാതെ ചവിട്ടിക്കഴിഞ്ഞാൽ, ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോയി ചവിട്ടിക്കഴിഞ്ഞാൽ അത് കടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ഷൂവോ ഗംബൂട്ടോ ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ വേണം കാട്ടിൽ പോകാനായിട്ട്. ആ കടിയൊക്കെ ഒരു പക്ഷേ നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വഴി തെറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്, കാട്ടിൽ എവിടെയെങ്കിലും വഴി തെറ്റിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളൊരിക്കൽ അഗസ്ത്യമലയിൽ തവളകളുടെ സർവേക്ക് പോയി. അപ്പോൾ രാത്രി ഞാൻ ടോർച്ചുമായിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു മുളങ്കാട്ടിലോട്ട് ഇറങ്ങിയിട്ട് തവളകളെ നോക്കാൻ പോയിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് വഴി തെറ്റിപ്പോയി. വഴി തെറ്റിയിട്ട് ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് അവരുടെ സംസാരം കേട്ട്, എന്നിട്ട് ഞാൻ പതിയെ 10-15 മിനിറ്റ് നടന്ന് അവരുടെ അടുത്തോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ കാടിൻ്റെ അകത്ത് വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുക, അധികം ദൂരോട്ടൊന്നും നടക്കാതിരിക്കുക. ആരെങ്കിലും നിങ്ങളെ വന്ന് കണ്ടുപിടിക്കും. എത്ര സമയം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളെ തപ്പി ഫോറസ്റ്റ് ഗാർഡുകളോ വാച്ചർമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് കണ്ടുപിടിക്കുന്നതാണ് ആദ്യത്തെ കാര്യം. വഴി തെറ്റിപ്പോയി അവിടെ തന്നെ നിൽക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കാടിൻ്റെ ഏതെങ്കിലും ഉള്ളറയിൽ ആരെങ്കിലും തപ്പി വന്ന് നിങ്ങളെ കണ്ടുപിടിക്കാൻ സാധ്യതയില്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ചെറിയ സ്ട്രീം, അരുവി ഉണ്ടെങ്കിൽ ആ അരുവി കണ്ടുപിടിക്കുക, അരുവിയുടെ അടുത്തോട്ട് പോവുക, അരുവി കൂടെ നടന്ന് താഴോട്ട് ഇറങ്ങുക. അപ്പോൾ ഈ അരുവികളെല്ലാം ചെന്നെത്തുന്ന ഏതെങ്കിലും വലിയൊരു അരുവിയുടെ അടുത്തായിരിക്കും, അവിടുന്ന് ചെറിയ നദിയായിരിക്കും. ആ നദി കൂടെ എന്തായാലും നടന്നു കഴിഞ്ഞാൽ ഏകദേശം 5-6 മണിക്കൂറോ നടക്കുന്നതിനിടയിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹ്യൂമൻ ഹാബിറ്റേഷൻ, മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഫോറസ്റ്റ് വാച്ച്
ഹൗസിൻ്റെ അടുത്തോ എവിടെയെങ്കിലും നിങ്ങൾ എത്തിപ്പെടും. അപ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി അവിടെ നിൽക്കുക. രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും അരുവികൾ കണ്ടുപിടിക്കുക, അരുവിയോട് ചേർന്ന് താഴോട്ട് നടന്നിറങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് പറയാനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ബോട്ടണിസ്റ്റിനെ പരിചയപ്പെട്ടായിരുന്നു, വരുൺ സ്വാമി എന്ന് പറഞ്ഞ ആമസോൺ വനം, ബ്രസീലിലെ ആമസോൺ വനത്തിനകത്ത് താമസിച്ച് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പല പ്രാവശ്യം കാട്ടിനകത്തൊക്കെ പെട്ടുപോയിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് അവരൊക്കെ സാധാരണ ഒരു ഹാമോക്കോ അവരുടെ ബാഗിൻ്റെ അകത്ത് വനത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ 2-3 ദിവസം താമസിക്കാനുള്ള സാധനമൊക്കെ ആയിട്ടാണ് ഇവർ പോകുന്നത്. ഹാമോക്കൊക്കെ അടിച്ചിട്ട് അവരിങ്ങനെ അത് കിടക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർ പറഞ്ഞത് ഈ ഏതെങ്കിലും അരുവ് കണ്ടുപിടിച്ച് അതിനോട് ചേർന്ന് താഴോട്ട് നടന്നിറങ്ങുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാണ് അവൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി കാട്ടിക്കൂടെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ദേഹത്ത് വല്ല അട്ട കടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അട്ടയെ വലിച്ചു പറിച്ചെടുക്കരുത്. അതിന് മേളിൽ ഒന്നെങ്കിൽ കുറച്ച് ഉപ്പിടുകയോ അല്ലെങ്കിൽ സാനിറ്റൈസറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ അട്ട തന്നെ വിട്ടുപോരും. അതുപോലെ തന്നെ ടിക്കുകൾ, മാൻചെള്ളുകളൊക്കെ കടിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യം ചെയ്യാൻ പറ്റും. മാൻചെള്ളിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വാസലിനോ എന്തെങ്കിലും ക്രീമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് ഈ ചെള്ള് അവിടെ നിന്ന് വിട്ട് വരിക, അതിനെ പിടിച്ച് കളയുകയും ചെയ്യാം. അല്ലെങ്കിൽ ഈ ടിക്കിനെ ഇങ്ങനെ പിടിച്ചിട്ട്, ഈ മാൻചെള്ളിനെ പിടിച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം, ഇങ്ങനെ ഒന്ന് കറക്കിയിട്ടാണ് അതിനെ പിടിച്ചെടുക്കേണ്ടത്, എടുത്ത് കളയാൻ പറ്റും. അങ്ങനെ ഇനിയും കാട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തൊന്നും പോകാതിരിക്കുക. പ്രത്യേകിച്ച് ആന, കടുവ, പുലി, കരടി ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ആവേശം തോന്നും, കുറച്ചുകൂടെ അടുത്തോട്ട് ചെല്ലാം. അപ്പോൾ ഏത് ആനിമൽസിനും ഒരു സേഫ് ഡിസ്റ്റൻസ് ഉണ്ട്, അത് നമ്മൾ പാലിക്കണം. അതിനും അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ ചാർജ് ചെയ്യാനോ നമ്മളെ അറ്റാക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അത് പരമാവധി ഒഴിവാക്കുക. ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അപൂർവമായിട്ട് അല്ലെങ്കിൽ ഇപ്പം സാധാരണമായിട്ടൊക്കെ ആനിമൽസ് വരാറുണ്ട്. ഇപ്പോൾ ആന ഇറങ്ങാറുണ്ട്, കാട്ടുപോത്ത് വരാറുണ്ട്, പന്നികൾ ഇറങ്ങാറുണ്ട്, കരടികളൊക്കെ വരാറുണ്ട്. ഈ വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൊബൈലും പിടിച്ചുകൊണ്ട് ചെന്നിട്ട് അടുത്ത് അതിൻ്റെ വീഡിയോ എടുക്കാനോ അല്ല അതിൻ്റെ അടുത്ത് പോയിട്ട് അതിനെ നിരീക്ഷിക്കാനൊക്കെ ശ്രമിക്കാറാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. കാരണം ഇത് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള ഒരു മൃഗമായിരിക്കും. നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അവിടെ ചെയ്യാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ RRT ടീം, റാപ്പിഡ് റെസ്പോൺസ് ടീമിനാണ് അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള, ആനിമൽസിനെ ട്രാങ്കുലൈസ് ചെയ്യാനോ തിരിച്ച് കാട്ടിലേക്ക് ഓടിക്കാനോ. അതിനിടയ്ക്ക് നിങ്ങൾ മൊബൈലുമായിട്ട് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ആനയൊക്കെ ചിഹ്നം വിളിച്ചുകൊണ്ട് നിങ്ങളുടെ നേരെ ഓടി വന്നാൽ നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മൾ ചത്തുപോകും, അവിടെ ആന ചവിട്ടി കൊല്ലുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ പരമാവധി മൃഗങ്ങളുടെ അടുത്തോട്ട് ചെല്ലാതിരിക്കുക. അതിനെ നമ്മളങ്ങ് ദൂരെ നിന്ന് കാണുകയാണെങ്കിൽ വളരെ ദൂരെ നിന്ന് കാണുക. അതിനെ ആ ഭാഗത്തോട്ട് പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം, കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു ആവേശം തോന്നും, ഒരു പഴമൊക്കെ കുരങ്ങിന് കൊടുത്താൽ കൊള്ളാവുന്നുണ്ടെന്ന്, അല്ല ഏതെങ്കിലും മൃഗങ്ങൾക്കോ ഇപ്പം മ്ലാവിനൊക്കെ എന്തെങ്കിലും പുല്ല് അല്ലെങ്കിൽ മറ്റ് പഴങ്ങളൊക്കെ കൊടുക്കാമെന്ന് നമുക്കൊരു ആവേശം തോന്നും. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. ഒരു മൃഗങ്ങളെയും ഒന്നും ഫീഡ് ചെയ്യരുത്, പ്രത്യേകിച്ച് കുരങ്ങിനെയൊന്നും നമ്മൾ ഒരിക്കലും ഫീഡ് ചെയ്തില്ല. കാരണം അവരുടെ നാച്ചുറലായിട്ടുള്ള ഫുഡ് തേടാനുള്ള എബിലിറ്റി നമ്മൾ ഇല്ലാതാക്കുകയും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ നമ്മൾ അവർക്ക് രോഗങ്ങൾ കൊടുക്കാൻ സാധ്യതയുണ്ട്, അവരിൽ നിന്നും നമുക്ക് രോഗങ്ങൾ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മൃഗങ്ങളൊന്നും ഫീഡ് ചെയ്യാനായിട്ടൊന്നും ശ്രമിക്കരുത്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ കാണാറുണ്ട്, ഇവിടെ താമരശ്ശേരി ചുരം ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ കാറിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, എന്തെങ്കിലും പോപ്കോൺസോ അല്ലെങ്കിൽ പഴങ്ങളൊക്കെ എറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കുരങ്ങന്മാർ ഓടി വന്നിട്ട് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വേറെ വണ്ടികളൊക്കെ വന്ന് ഇടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ ട്രാഫിക്കിൽ കിടക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ കാറിൽ നിന്ന് എറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് നീങ്ങും. അപ്പം 2-3 കുരങ്ങുകൾ വണ്ടിക്കടി പോകണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി പുള്ളിയോട് പോയി പറയേണ്ടി വന്നു, ചേട്ടാ ദയവ് ചെയ്ത് ഈ കുരങ്ങിനെ ഒന്നും ഫീഡ് ചെയ്ത്. കാരണം ഒന്നാമത്തെ കാര്യം, ഈ കുരങ്ങ് ഉടൻ തന്നെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. കാര്യം ഫീഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വഴിയിൽ ഓടി വരുന്ന ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ പോയിട്ട് കുരങ്ങന്മാർ ചാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള, ഇങ്ങനൊന്നും ആനിമൽസിനെ ഫീഡ് ചെയ്യരുത് ദയവ് ചെയ്ത്. കാട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് കേരളത്തിലെ കാടുകളിലൊക്കെ നമുക്കറിയാം ഒത്തിരി ആനകളൊക്കെ ഉള്ള. അപ്പോൾ ആനകളുടെ സ്മെല്ല് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും നടന്നു പോകുന്ന സമയത്ത്. അല്ലെങ്കിൽ ആനയൊക്കെ മരം ഓടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഉറക്ക വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, പോകുന്ന വഴിയിലൊക്കെ ട്രാക്കും സയൻസും ഒക്കെ കാണാം. പ്രത്യേകിച്ച് ഫ്രഷ് ആനിമൽസിൻ്റെ കടുവയൊരെണ്ണം നടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാഡിൻ്റെയൊക്കെ കാൽപ്പാടിൻ്റെ എഡ്ജൊക്കെ ഷാർപ്പാണ്, അത് നല്ല ഫ്രഷ് ആയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗൈഡ്സൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഫ്രഷ് ട്രാക്സ് എവിടെയുണ്ട്, സയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽസിൻ്റെ അലാം കോളുകൾ, ഇതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. പ്രത്യേകിച്ച് കാട്ടിൽ പോകുന്ന ഗൈഡ്സിനൊക്കെ ഈ അലാം കോളൊക്കെ അറിയാം. പ്രത്യേകിച്ച് സ്പോട്ടഡ് ഡിയർ, നമ്മുടെ പുള്ളിമാൻ്റെ അലാം കോള്, മ്ലാവിൻ്റെ അലാം കോള്, കേഴമാൻ്റെ, കുരങ്ങുകളുടെ, ഇവരൊക്കെ അലാം കോള് അല്ലെങ്കിൽ ഡിസ്ട്രസ് സൗണ്ട് വെക്കുന്ന പറഞ്ഞാൽ ഏതെങ്കിലും കടുവയോ പുലിയോ അല്ലെങ്കിൽ ഈ കാട്ടുപട്ടികൾ, വൈൽഡ് ഡോഗ്സ് ഒക്കെ അടുത്തുണ്ടെങ്കിലാണ് ഇവർ കൃത്യമായിട്ട് അലാം കോൾ വെച്ചുകൊണ്ടിരിക്കുക. അവരിങ്ങനെ നോക്കി നിന്ന് അലാം കോൾ വെച്ചുകൊണ്ടിരിക്കും. ആ അലാം കോളൊക്കെ വിടിയിടാൻ ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായി. ഈ കോളുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു പ്രിഡേറ്റർ ആനിമലിൻ്റെ പ്രസൻസ് അടുത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഈ ട്രാക്സും സയൻസും ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഏതെങ്കിലും ആനിമൽസ് പോയെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും.
അതുപോലെ തന്നെ കാട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഏതെങ്കിലും ഗൈഡ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഗൈഡുമായിട്ട് മാത്രമേ പോകാവുള്ളൂ, അറിയാവുന്ന ലോക്കൽ ഗൈഡിലോ അല്ലെങ്കിൽ വാച്ചേഴ്സിനൊക്കെ ആയിട്ട് പോകും. അപ്പോൾ അവരോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് കുറേയേറെ നോളജ് ഉള്ളവരാണ്, അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണെന്ന് വിലയിരുത്തുകയും ചെയ്യണം. തിരിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങളതൊക്കെ റെഫർ ചെയ്യണം, ഏതെങ്കിലും ബുക്കുകളോ അല്ലെങ്കിൽ കാട്ടിൽ പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളോടൊക്കെ ചോദിക്കണം, അവർ ഇങ്ങനെ ഒരു ഗൈഡ് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണോ എന്ന്. അത് പറയാൻ കാര്യം ഞാൻ കുറേയേറെ നാളായിട്ട് കുറേ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ഏതെങ്കിലും കടുവ പോയിട്ട് ഏതെങ്കിലും ചോരക്കാലി എന്ന് പറഞ്ഞൊരു മരത്തേലൊക്കെ സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ വിരലിൻ്റെ അകത്തൂടെ കുറേ അതിൻ്റെ പശയൊക്കെ കയറിയിട്ട് അതൊരു ആൻറ്റിബയോട്ടിക് ആയിട്ട് പ്രവർത്തിക്കുന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു വിടുന്നത്. അതൊന്നും ശരിയല്ല. ഈ കടുവകളൊക്കെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന ആക്ച്വലി അവരുടെ നെയിൽസൊക്കെ ക്ലീൻ ചെയ്യാനും ക്ലോസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ അവരുടെ ഇൻ്റർ ഡിജിറ്റൽ പാഡിനിടയ്ക്ക് ഒരു സെൻ ഗ്ലാൻഡ് ഉണ്ട്. അത് വെച്ചിട്ടാണ് അവരിത് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്യുമ്പോഴത്തേനും അവർ മെയിനായിട്ട് അവരുടെ ടെറിട്ടറി മാർക്കിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ ഇവർ ചോരക്കാലി മരത്തെ മാത്രമായിട്ട് പോയിട്ട് സ്ക്രാച്ച് ചെയ്തിട്ട് ഒരിക്കലും അവർക്ക് ആൻറ്റിബയോട്ടിക് ഒന്നും ആ മരത്തിൽ നിന്നൊന്നും കിട്ടുന്നില്ല. അതൊക്കെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഇൻഫർമേഷൻ കേട്ടാലും അത് പിന്നീട് വന്നിട്ട് വെരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ കാട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ച് വന്നിട്ട് റെഫർ ചെയ്യുക, നല്ല ഡയറിയിലൊക്കെ എഴുതി വെക്കാൻ പറ്റും. ഞാൻ കാട്ടിൽ പോകുമ്പോഴത്തേക്കിനും കാണുന്ന മൃഗങ്ങളുടെ ചെക്ക് ലിസ്റ്റും മൃഗങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ ചെറിയ ഡയറിയിലൊക്കെ എഴുതി വെക്കാറുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ ഇടാം. ഞാൻ ഇത്രയും നേരം സംസാരിച്ച് നമ്മുടെ കേരളത്തിലെ കാടുകളിലൊക്കെ നടന്നു പോയിട്ട് വാക്കിംഗ് സഫാരിയൊക്കെ പോലെ പോയിട്ട് നമുക്ക് കാട് കാണാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലോ അതോ കേരളത്തിന് വെളിയിലൊക്കെ കുറേയേറെ നമുക്ക് സഫാരികൾ പോകാൻ പറ്റും. ജീപ്പ് സഫാരി ഉണ്ട്, അവിടെ എലിഫൻറ്റ് സഫാരി ഉണ്ട്, അതുപോലെ തന്നെ വണ്ടിയിൽ ക്യാൻഡർ സഫാരിയൊക്കെ ഉണ്ട്. വലിയ ബസ്സിലൊക്കെ സഫാരി എടുത്ത് നമുക്ക് കാട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് പറമ്പിക്കുളത്തുണ്ട്, അതുപോലെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇപ്പോൾ കേരളത്തിന് വെളിയിലാണ് ബന്ദിപ്പൂർ, നാഗർഹോളെ. നോർത്ത് ഇന്ത്യയിലെ കുറേയേറെ കാടുകളിൽ ഇപ്പം ബാന്ധവഗഡ്, കാന, പെഞ്ച്, കോർബറ്റ്, കാസിരംഗ, രന്തപൂർ, ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ സഫാരികളുണ്ട്. അവിടെ പോകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ, ആദ്യം തന്നെ അവിടുത്തെ വെതർ എന്താണെന്ന് നോക്കണം. തണുപ്പ് സമയത്ത് പോകുന്നെങ്കിൽ നല്ല ജാക്കറ്റൊക്കെ കൊണ്ടുപോകണം, നല്ല തണുപ്പുണ്ടായിരിക്കും. പിന്നെ സഫാരി ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും, വാട്ടർ ബോട്ടിൽ എടുക്കേണ്ടി വരും, കണ്ണാടി ഗോഗിൾസ് എടുക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം മെയിനായിട്ട് അവിടെ പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബണ്ടാന എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ് ബണ്ടാന എന്ന് പറഞ്ഞ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ തലയിൽ കൂടെ കയറ്റിയിടാൻ പറ്റും നമുക്ക്. ഇതുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൂക്ക് ഇങ്ങനെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം എന്തെങ്കിലും ഡസ്റ്റ്, പ്രത്യേകിച്ച് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തണുപ്പുള്ള സമയത്ത് നമുക്കിത് ചെവിയൊക്കെ മൂടി വെക്കാൻ പറ്റും ഇതിങ്ങനെ. അപ്പോൾ ഈ ഒരു ബണ്ടാന എന്ന് പറഞ്ഞ സാധനം ഏറ്റവും നല്ലൊരു കാര്യം, പ്രത്യേകിച്ച് സഫാരിക്കൊക്കെ പോകുന്നവർ, എൻ്റെ പലതരത്തിലുള്ള പല കളറിലുള്ള ബണ്ടാനകളുണ്ട്. ഇതൊക്കെ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കണം. വാട്ടർ ബോട്ടിൽ എന്തായാലും എടുക്കണം. പിന്നെ ഫീൽഡ് ഗൈഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയുള്ള ആനിമൽസിനെ, പക്ഷികളെ പറ്റിയുള്ള ഫീൽഡ് ഗൈഡ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ മൃഗങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഞാനും എൻ്റെ സുഹൃത്തോട് എഴുതിയൊരു പുസ്തകമാണ്. വൈൽഡ് ലൈഫ് ഓഫ് സെൻട്രൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഗൈഡ് ഉണ്ട്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഓഫ് സൗത്ത് ഇന്ത്യ. അതിൻ്റെ അകത്ത് പക്ഷികളും മൃഗങ്ങളും കുറേയേറെ ജീവികളുടെ എല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ടുള്ളൊരു ഫീൽഡ് ഗൈഡാണ്. ഇതുപോലത്തെ പല ഫീൽഡ് ഗൈഡും അവൈലബിൾ ആണ്. ഇതൊക്കെ ആയിട്ട് കാട്ടിൽ പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പല മൃഗങ്ങളെയും ജീവികളെയൊക്കെ എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് പറ്റും. പല കാടുകളിലും സഫാരി ടൈമിങ് പല രീതിയിലാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക്, ചിലപ്പോൾ സമ്മർ ടൈമിലൊക്കെ 5 മണിക്ക് കാട് തുറക്കും, 5 മണി മുതൽ 11 മണി വരെ. ചിലയിടത്തൊക്കെ 2-3 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കാടുകളിലൊക്കെ ഇപ്പോൾ വയനാടൊക്കെ ചിലപ്പോൾ 2-3 മണിക്കൂറായിരിക്കും. നാഗർഹോളയിലൊക്കെ ഇപ്പോൾ 2 മണിക്കൂർ ചില സ്ഥലത്താക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ 3 മണിക്കൂർ. അപ്പോൾ ടൈമിങ് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഏതൊക്കെ സമയത്താണ് സഫാരി ഉള്ളതെന്ന്. ആഫ്റ്റർനൂൺ സഫാരി ഏത് സമയത്ത്, ആ സമയത്തൊക്കെ കൃത്യമായിട്ട് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടി ആരും വെയിറ്റ് ഒന്നും ചെയ്യത്തില്ല. സഫാരി പ്രത്യേകിച്ച് ബസ്സൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ സഫാരി മിസ്സാവും. വൈൽഡ് ലൈഫിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിന് എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഫാരി നഷ്ടപ്പെടും, അതുപോലെ ആനിമൽസിനെ കാണാനുള്ള ടൈമിന് നഷ്ടപ്പെടും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധ വെക്കുക എന്നുള്ളതാണ്. കാട്ടിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തെടുത്ത് പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ഇവിടെ കമൻറ്റ് ബോക്സിൽ ഇടാം. അതിൻ്റെ ഉത്തരം വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉടൻ തന്നെ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.